ശ്രീധരായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു വിശ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഭൂചന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകിഗോകുലം. ശ്രീമസ്തു. യുദ്ധകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി പൂണ്ടിയിടിനാൻ. പിന്നെ ഗരാത്മജനാം മകരാക്ഷനോടന്യൂനകോപേന ചൊന്നൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തുരണാങ്കണെ. പന്നക തുല്യങ്ങളായ ശരങ്ങളെ വന്യകീരാകാരമായി ചൊരിഞ്ഞിടിനൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം തരികെന്നു രാമാന്തികേ. നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ. വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേര മുന്നൂ തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താൻ ഏതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം. ആരിലാമാവു ചാടി ശൂലവും കൊണ്ടു ഭാരമെടുത്ത മകരാക്ഷനത്തത. പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ചു ദേവകൾ കാവത്തു മുട്ടു തീർത്തിയിടിനൻ. രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും ഗുരുദാശു പുറത്താക്കി. രാവണനോടറിയിച്ചാനത് കേട്ടു ദേവകുലാന്തകനാക്കിയ രാവണൻ. ഈരേഴ് ലോകം നെടുങ്ങും പടി പരിചാരകന്മാരോടു കൂടി പുറപ്പെട്ടൻ. അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനൻ. ഇപ്പോഴടിയനരികളെ നിഗ്രഹിച്ചുൾപൂവിലുണ്ടായ സങ്കടം പൊക്കുവൻ. അന്തഃപുരം പൊക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം. യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്താരിചിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടൻ അന്തം വരുത്തുന്ന എത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനൂമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടു ആയുധം പോയവരോടും വിശേഷിച്ചു. നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമതല്ല ഇകിലേവനും. ഞാനിവനോട് പോച്ച ഇവനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവൻ എന്നരുൾ ചെയ്തു. വില്ലും കുലച്ഛന്തികെ സന്നദ്ധനായതു കണ്ടോരു രാവണി. തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ. പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്നു നേരം കവികളും. തേരിൽ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ധയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നീതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തതിൽ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ. ചെല്ലുന്നത് കണ്ടു രാഘവനും തഥാ ചൊല്ലിനാം ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നിതോ പോരിൽ പുറം തിരിഞ്ഞിടുമാവില്ലവൻ.
നീ കൂടെയങ്ങു ചെന്നീടുക സത്വരം ലോകേശനന്ദനാവാക്കരുതേതുമേ. യുദ്ധമാകണ്യ വിധിസുതനും കവിസത്തമന്നാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതുപവൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്കനി എന്നതേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയില്ല ഞാൻ. ഉണ്ടോരവസ്ഥയുണ്ടായിട്ടിതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ. മോഹിച്ചു ഭൂമിയിൽ വീണു ഒരു ഭൂത്തമൻ സൗമിത്രിതാനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനൻ മന്നവൻ തൻ ബദമഞ്ജനാവത്വനം. ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു നിസ്സംജരായൊക്കെ നിന്നു കവികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരീശ്വരൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യണ പൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരും ഉണ്ടായി വരാ. മായാനിഗുണനം മേഘനിനാഥനിക്കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശുകൾ. മക്കടന്മാർ ചെന്നു വിദ്രവിച്ചിടാതെ കത്തിരാശൂനി കുംഭിലയിൽ ചെന്നു കുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കണ്ടോരുപായമത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലായി എന്നും അവനെ വധിക്കരുതാക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിത്. ലക്ഷ്മണനുമടിയനും കവികുല മുഖ്യപ്ലവരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്ര ജയിക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാല ശിവം തീർന്നു മന്നവൻ പോകാനനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരിതാരനും ശൂരൻ ഋഷഭൻ ശരഭൻ വിനതനും ധീരൻ പ്രമാദി ശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലിശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമൻ ധുവ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭിരവുക്കൂ നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുടലവി നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായെടുത്തു കവികളും. ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതൊരു രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരച്ചറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി. വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു ഓരിന്നടുത്തിയിടിനൻ. മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനൻ. വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനു അന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞീല ഹോമാമിവനിങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ട് വന്നതു കണ്ടതില്ലേ ഭവൻ. മൃത്യുസമയമടുത്തിരി വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയോ അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്വം അത്യർത്ഥമസ്ത്രങ്ങളെയ്തിടിനൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുത്സുതനുൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണവാസു വിഭീഷണനെ കണ്ടു തക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നി സാക്ഷാൽ പിതൃപിനല്ലോ മമ കേവലം.
പുത്രമിത്രാദിവർഗത്തെ എടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു വാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്ര സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നികുലത്തെ എടുക്കുവാനാസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നിന്നുടെ നന്നു നീയും നിൻ പിതാവും അറിക നീ. വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും ഇല്ലാമതെയ്തു മുറിച്ചു കളഞ്ഞതാ. ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊള്ളുകല്ലായെങ്കിൽ ഇന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവൻ. യുദ്ധം പറഞ്ഞ് 7 ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു. വാനര വീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനർ. തൽക്ഷണം ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ചക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിനൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരാമടുത്തഞ്ചുബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതിസാരമായൊരു വില്ലും മുറിച്ചിടിനൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റാമെടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ ചെന്നു തേരും കൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞില പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടോരു സാരസ സംഭവനാദികൾ ചൊല്ലിന. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദിശം വീരാപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും. ലാഘവം ചോർന്നു കരയണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംബോരുഹം മാനസെ. ചിന്തിച്ചുറപ്പിച്ചയച്ചാനത് ചെന്നു പങ്ക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാതോണിയിൽ വന്നു പൂശരം. ഭൂമിയിൽ വീണു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാവ്. പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാം. നേത്രങ്ങളായിരവും വിളങ്ങിത്തതാ ഗോത്രാരിതാനും സാധിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിന താപസന്മാരും ഗഗനചരന്മാരും. തുന്തുവിനാദവും ഘോഷിച്ചിതേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനു അന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊരിയിട്ടു ശംഖം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനൻ. ഗാഢമായാലിംഗനം ചെയ്തു രാഘവൻ ഉടമോദം മുഖം നേടിനാൻ മൂർധനി. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറികനി. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലി ദശഗ്രീവനും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.